ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഞാൻ ടൈം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറെ ഡെയിലി യൂസ് സെന്റൻസസ് ആൻഡ് ഫ്രേസസ് ആണ് പറഞ്ഞത്. അതിന്റെ തുടർച്ചയായി വേറെയും ചില സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി യൂസ് വാചകങ്ങളും പ്രയോഗങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ. കുറച്ചു കാലം മുൻപാണ് ഞാൻ അവസാനമായി അവളെക്കുറിച്ച് കേട്ടത്. കുറച്ചു കാലം മുൻപാണ് ഞാൻ അവസാനമായി അവളെക്കുറിച്ച് കേട്ടത്. ഇറ്റ് വാസ് സം ടൈം അഗോ ദറ്റ് ഐ ലാസ്റ്റ് ഹേർഡ് അബൌട്ട് ഹെർ. ഇറ്റ് വാസ് സം ടൈം അഗോ ദറ്റ് ഐ ലാസ്റ്റ് ഹേർഡ് അബൌട്ട് ഹെർ. സം ടൈം അഗോ, കുറച്ചു കാലം മുൻപ്. ഐ ലാസ്റ്റ് ഹേർഡ് അബൌട്ട് ഹെർ, ഞാൻ അവസാനമായി അവളെക്കുറിച്ച് കേട്ടത്. ഹേർഡ്, ഹിയർ പറഞ്ഞാൽ കേൾക്കുക, ഹേർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് അവസാനമായി കേട്ടത് കുറച്ചു കാലം മുൻപാണ്. 2 ആഴ്ച കഴിഞ്ഞ ഉടൻ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതായിരിക്കും. 2 ആഴ്ച കഴിഞ്ഞ ഉടൻ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതായിരിക്കും. We will be going to Australia in 2 weeks time. We will be going to Australia in 2 weeks time. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഇൻ 2 weeks time എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ ഉടൻ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകും. അപ്പോൾ 2 ആഴ്ചക്ക് മുൻപല്ല, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടല്ല. ഇൻ 2 weeks, കഴിഞ്ഞ ഉടൻ എന്നാണ്. ഇനിയിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകും എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ വിതിൻ 2 weeks time. വിതിൻ 2 weeks time. വിതിൻ 2 weeks എന്ന് പറഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ. ഇനി 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 2 weeks. ഇവ മൂന്നിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കുക. ഇൻ 2 weeks, വിതിൻ 2 weeks, ആഫ്റ്റർ 2 weeks. അവർ ഓഫീസിൽ ഉണ്ടായിരുന്ന കാലത്ത് ധാരാളം നല്ല പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അവർ ഓഫീസിൽ ഉണ്ടായിരുന്ന കാലത്ത് ധാരാളം നല്ല പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. During her time in office, she brought in a lot of good reforms. During her time in office, she had brought in a lot of good reforms. അവർ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് എന്നതിനെയാണ് നമ്മൾ ഡ്യൂറിങ് ഹെർ ടൈം ഇൻ ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രൊനൗൺസിയേഷൻ ഓഫീസ്, ഓഫീസ് അല്ല, ഓഫീസ്, ഓഫീസ്. റിഫോംസ് എന്ന് പറഞ്ഞാൽ പരിഷ്കരണങ്ങൾ. ഷീ ബ്രോട്ട് ഇൻ എന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്നു. ഷീ ഹാഡ് ബ്രോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരുന്നു. ബ്രിങ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട്. ഇതേ സൗണ്ട് ഉള്ള വേറൊരു വാക്ക് നിങ്ങൾ കേട്ടിരിക്കാം, ബോട്ട്. അതായത് BOUGHT. അവിടെ ആറില്ല. അപ്പോൾ ബോട്ട് എന്ന് പറഞ്ഞാൽ ബൈ, BUY, വാങ്ങിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. ബ്രിങ്, കൊണ്ടുവരിക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട്. ബ്രോട്ടും ബോട്ടും തമ്മിൽ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂവെങ്കിലും അതിന്റെ മീനിങ് വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക. ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും കരുതിയത് അവർ വിവാഹിതരാകുമെന്നാണ്. ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും കരുതിയത് അവർ വിവാഹിതരാകുമെന്നാണ്. For a time we all thought that they would get married. For a time we all thought that they would get married. അപ്പോൾ for a time, ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലത്ത്, we all thought, ഞങ്ങൾ എല്ലാവരും കരുതിയത്, they would get married, അവർ വിവാഹിതരാകുമെന്ന് ഞാൻ കുറച്ചു കാലമായി യോഗ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചു കാലമായി യോഗ ചെയ്തു വരികയാണ്. I've been doing yoga for some time. I've been doing yoga for some time. Been doing for some time, കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ അത് തൽക്കാലത്തേക്ക്, ഞാൻ അത് പിന്നെ ചെയ്തോളാം. നീ അത് തൽക്കാലത്തേക്ക് വിട്, ഞാൻ അത് പിന്നെ ചെയ്തോളാം. You leave it for the time being. I'll do it later. You leave it for the time being. I'll do it later. For the time being എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക്. You leave it, നീ അത് വിട്. I will do it later. ഞാൻ അത് പിന്നീട്, later, ചെയ്തോളാം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈം എക്സ്പ്രഷൻ for the time being, അതായത്
ഇപ്പോഴത്തേക്ക്, തൽക്കാലത്തേക്ക്. അയാൾ മകളെ വാച്ച് നോക്കി സമയം പറയാൻ പഠിപ്പിക്കുകയാണ്. അയാൾ മകളെ വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് നോക്കി സമയം പറയാൻ പഠിപ്പിക്കുകയാണ്. He is teaching his daughter to tell the time. He is teaching his daughter to tell the time. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ to tell the time എന്ന് വെച്ചാൽ വാച്ച് നോക്കി സമയം പറയുന്നതിനെയാണ് to tell the time. അപ്പോൾ he is teaching his daughter, അയാളുടെ മകളെ അയാൾ പഠിപ്പിക്കുകയാണ് how to tell the time. വീടെത്തുമ്പോഴേക്കും ഞാൻ മുഴുവനായും തളർന്നിരുന്നു. വീടെത്തുമ്പോഴേക്കും ഞാൻ മുഴുവനായും തളർന്നിരുന്നു. I was fully exhausted by the time I got home. I was fully exhausted by the time I got home. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യൂസേജ് ശ്രദ്ധിക്കണം. By the time I got home. ഞാൻ വീട് എത്തുന്ന സമയത്ത്. By the time I got home അല്ലെങ്കിൽ when I got home എന്ന അതേ അർത്ഥമാണ്. By the time I got home, I was fully exhausted. Exhaust എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ എനർജിയും ഉപയോഗിച്ച് തളർന്ന ഒരു സ്ഥിതി, അതാണ് എക്സോസ്റ്റഡ്. ഇതിന്റെ പ്രൊനൗൺസിയേഷനിൽ ചെറിയൊരു ഗ സൗണ്ട് വരുന്നത് ശ്രദ്ധിക്കണം. എക്സോസ്റ്റഡ് അല്ലാതെ എക്സ്ഹോസ്റ്റഡ് അല്ല, എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ്. നിങ്ങളെ വിളിക്കാൻ പറ്റിയ നല്ല സമയം ഏതാണ്? നിങ്ങളെ വിളിക്കാൻ പറ്റിയ നല്ല സമയം ഏതാണ്? അപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ഒരാളോട് നമുക്ക് അയാളെ ഫോണിൽ വിളിക്കണമെങ്കിൽ ഏത് സമയമാണ് അയാൾക്ക് സൗകര്യം എന്നാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. When would be a good time to call you? When would be a good time to call you? അപ്പോൾ നല്ല സമയം എന്നതിനെയാണ് നമ്മൾ good time to call you, നിങ്ങളെ വിളിക്കാൻ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. See you in the next video.